സഹോദരന്മാരെ, തലശ്ശേരിയിലെ കലാപം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ ഉണ്ടാക്കിയ കലാപ സഖാവേ, നിങ്ങൾ ഉണ്ടാക്കിയ കലാപം. എന്നിട്ട് വന്നിട്ട് പറയാണ് ആ കലാപം അടിച്ചമർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എവിടെ? തലശ്ശേരിയിൽ. നിങ്ങൾക്കറിയുമോ താനൂർക്കാരാ? UK കുമാരൻ ഷഹീദായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. UK കുമാരൻ എവിടെയാ ഷഹീദായെന്ന് അറിയാം? കള്ളുഷാപ്പിലാണ്. UK കുമാരനാണ് സഖാബ് ഷഹീദ് അല്ലേ? ഈ സഖാബ് ഷഹീദ് മരിക്കണത് ജനുവരി 5-നാണ്. കലാപം ഡിസംബർ 31 കഴിയുന്നുണ്ട്. കഴിഞ്ഞ വിവരം ആരറിഞ്ഞിട്ടില്ല? ഷഹീദ് അറിഞ്ഞിട്ടില്ല. ഷഹീദ് കള്ളു കുടിക്കാൻ പോയി, ആരോട് തർക്കണ്ടായിട്ട് അങ്ങനെ ഷഹീദായതാണ്. ഈ UK കുമാരൻ എന്ന് പറയുന്ന കള്ളുകുടിയനെയാണ് മുസ്ലിം സമുദായത്തിന്റെ രക്ഷകനായിട്ട് പിണറായി വിജയൻ അടക്കമുള്ള രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത് എന്താ വെച്ചാൽ 33 പള്ളികൾ തകർത്തു. ചെറിയ ദിവസങ്ങളാണ് കേട്ടോ. ഞാനാ പറയുന്നത്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യരുത്, ഒന്ന് പോയിട്ട് അന്വേഷിക്കും. 33 പള്ളി. ഇത് ഷാജി പറയണല്ല, വിധേയത്തിൽ കമ്മീഷൻ പറഞ്ഞാണ്. അതിൽ 15 പള്ളികൾ ഉള്ളയിടത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ പോലും ഒരു പൊടിക്ക് പോലും RSSകാരനില്ല. പിന്നെ എങ്ങനെയാ പള്ളി തകരുക? ഇനി ഒന്ന് വേറെ ചോദിക്കട്ടെ. സഖാവ് പിണറായി വിജയന് പിണറായി പാറ അറിയാലോ? പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ 30 അർദ്ധരാത്രിയായി. പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നിട്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ. ചൂട്ടും വെട്ടുമ്പോ കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് 30 നിർത്തിവെച്ച് ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. പറയുന്നത് ഷാജി അല്ല, വിധേയത്തിൽ കമ്മീഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം തീരുന്നില്ല, അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാബ് കുമാരൻ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരനാ. അറിയോ നിങ്ങൾ ഈ പൂവിട്ട് പൂജിച്ച് കൊണ്ടു നടക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇരട്ട ചങ്കുണ്ടെന്ന് നുണ പറയണ, ഒറ്റ ചങ്ക് പോലും ഇല്ലാത്ത നടുപ്പുറത്ത് RSSന്റെ മുമ്പിൽ വളച്ചു വെക്കുന്ന നട്ടല് മാത്രമല്ല എൻ്റെ പിണറായി വിജയനല്ലേ അയാളുടെ സഹോദരൻ. പ്രതിയാത്രേ ഈ പള്ളിപൊളിയിൽ, പിണറായി പാറപ്പുറത്തെ പള്ളിപൊളിയിൽ. എന്നിട്ട് താനൂർ വന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാം ഞാൻ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. ചോദിച്ചോ നിങ്ങൾ, തളിപ്പറമ്പിൽ CPM ആക്രമിച്ച വീട്, ആ വീട്ടിൽ സ്പാനർ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് അഴിച്ചുകൊണ്ടുപോയി. അമ്മാതിരി കള്ളത്തരം. ഒരു ആക്സിഡൻ്റലി ഒരു കലാപം ഉണ്ടായാൽ എന്താ ചെയ്യുക? അടിച്ചു പൊളിക്കലല്ലേ? അങ്ങനല്ലേ സംഭവിക്കുക? ഇത് അടിയും പൊളിയൊക്കെ പിന്നെ ഊരാവുന്ന സകല സാധനം ഊരിക്കൊണ്ടുപോയിട്ട്, ക്ലോസറ്റ് അടക്കം ഇത് ഊരിക്കൊണ്ടുപോയിട്ടാണ് ഈ സഖാക്കൾ കലാപം നടത്തിയത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞില്ല, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നേരം വേണ്ട, പോയി ചോദിക്കും. നാളെ രാവിലെ തളിപ്പറമ്പിൽ പോ, തലശ്ശേരിയിൽ പോ, നിങ്ങൾ കാണും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മലപ്പുറത്ത് മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ വടകര താലൂക്കിലും കണ്ണൂർ പ്രാന്തപ്രദേശങ്ങളിലും മറ്റു സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം വിരുദ്ധത കത്തിച്ച് അത് മുതലെടുക്കുകയാണ്. എന്നിട്ട് മുസ്ലിങ്ങളുടെ കൂടെ നിർത്താൻ. ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്താ അറിയാം? ബീഫ് ഒലത്തിയാലൊന്നും ഇനി മുസ്ലിങ്ങളെ കിട്ടൂല. സദ്ദാം ഹുസൈനെ പറഞ്ഞ് കിട്ടുന്ന കാലം കഴിഞ്ഞു. ഗസ പറഞ്ഞാൽ കിട്ടൂല. അത് 2-3 ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ മലപ്പുറത്തും ഇവിടെയും നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ബോധ്യായി. ഇപ്പൊ അവർക്ക് മനസ്സിലായി, മുസ്ലിങ്ങളെ എതിർത്താൽ എവിടെ നിന്നൊക്കെയോ ചില വോട്ട് ഓഫറുകൾ ഉണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അത് ഞാൻ കേവലം RSS അജണ്ട എന്ന് മാത്രം പറഞ്ഞു ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ അജണ്ടകളുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ്. അതുകൊണ്ട് പറയുകയാണ്, വലിയ അജണ്ടകളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്താൽ, മുസ്ലിം കമ്മ്യൂണിറ്റി ഈ നിലവിൽ എത്തിയതിന് പിറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. ലീഗ് മാത്രമൊന്നല്ല, എല്ലാവരും എത്ര കഷ്ടപ്പാട്. ഒന്ന് പോയി നോക്ക്. ആടുജീവിതമൊക്കെ വെറുതെ ഉണ്ടായതല്ല. അവൻ്റെ അധ്വാനം, കഷ്ടപ്പാട്, പ്രയാസം. നിങ്ങൾ അവരെ വിലയിരുത്തുന്നത് വേറെ ചില അർത്ഥത്തിലാണ്. VS അച്യുതാനന്ദൻ അറിയാതെ പറഞ്ഞു പോയി, ഇത് മാപ്പിളസ്ഥാനാക്കാൻ പോവാണ്. നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ ഈ വെറുപ്പിനെ ഇങ്ങനെ RSSനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കുന്നത്? ഇതിൽ അജണ്ടയുണ്ട് സഖാക്കളെ. ഇത് വെറുതെയല്ല. ഇവിടെ വന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഈ താനൂർ വന്നിട്ട് കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞു, പറയേണ്ട സ്ഥലം തന്നെയാണ്.
ഇവിടുന്ന് പിണറായി വിജയൻ പറയാൻ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയാൽ, SDPIയുടെ കൂടെ പോയാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും തങ്ങളെ. സാദിഖ് തങ്ങളോട് എന്തൊക്കെ കൊടുക്കേണ്ട വില കൂടെ കടന്നവരെന്ന് പറഞ്ഞാൽ മതി, നമുക്കറിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്കല്ലേ അത് അറിയുള്ളൂ. നിങ്ങളല്ലേ താനൂരിൽ മാത്രമല്ല കൂടെ കടന്നവർ നിങ്ങളല്ലേ. ഈ പിണറായി വിജയന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ. ജമാഅത്തിന്റെ കൂടെ പോയാൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടെന്ന് സഖാക്കളൊന്ന് പറഞ്ഞതാ. കാരണം അനുഭവം ഗുരു. നിങ്ങൾക്ക് അത് ബോധ്യമുള്ളത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് SDPIക്കാരോടൊക്കെ പറയട്ടെ, നിങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫൈറ്റൊന്നല്ല, വമ്പിച്ച ഫൈറ്റാണ്. പക്ഷേ ഞങ്ങൾ ഇരുട്ടിൻ്റെ മറയിൽ തലയിൽ മുണ്ടൂട്ട് വന്നിട്ട് എന്നോട് വോട്ട് ചോദിക്കുന്ന പണി ചെയ്തിട്ടില്ല. മനസ്സിലായിക്കോ നിങ്ങൾ. നിന്റെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലീഗിൻ്റെ തീരുമാനമൊന്നുമല്ല. ഞാൻ യൂത്ത് ലീഗിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ കുട്ടികൾ അടികൊള്ളുമ്പോൾ ഗഫൂറൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇതൊക്കെ വാങ്ങുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വേണ്ട, അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ SDPIക്കാരാ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്. നിങ്ങൾ കളിക്കുമ്പോൾ മാന്യന്മാരോട് കളിക്കാൻ ശ്രമിക്കുക ദയവ് ചെയ്തിട്ട്. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന ഞങ്ങൾ ഇതൊക്കെ വാങ്ങി തിന്ന് നക്കിയിട്ട് ഉളുപ്പില്ലാതെ പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ വൃത്തികേട് പറയും, കേട്ടിക്കേണ്ടി വരും. പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് അല്ലോ എന്ന് പറഞ്ഞിട്ട് കരണ്ട് കാര്യമൊന്നുമില്ല, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കളിച്ചത് മാന്യതയില്ലാത്തവരോടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഡിബേറ്റിന് ഒരുക്കാണെങ്കിൽ ഞാൻ പരസ്യമായ സംവാദത്തിനും ഡിബേറ്റിനും തയ്യാറാണെന്ന് പറഞ്ഞോട് പറയട്ടെ. മലപ്പുറം ജില്ലയിൽ 70-ലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് തിരുവനന്തപുരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ ഫ്ലാറ്റിനകത്തു നിന്നാണ്. വിശ്വസിക്കുമോ? തെളിവ് ഞാൻ തരാം, നിങ്ങൾ വരുമെങ്കിൽ. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതാ കുറേ പറയണില്ല. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലല്ലേ? ഇവിടെ എത്ര ദൂരം ഉണ്ടാവും? ഇവിടെ അടുത്ത നിങ്ങളുടെ ജില്ലയിലല്ലേ? കൂട്ടിലങ്ങാടി പഞ്ചായത്ത്. ആ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ഇപ്പുണ്ട്. ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് EC ഹംസക്ക് ഇപ്പുണ്ട്. ആ പഞ്ചായത്തിലെ EC ഹംസ എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പൊ പ്രസിഡന്റ് ആരാ? CPM ആണ്, നിങ്ങളാണ്. നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏത് ഇങ്ങനെ? ഞാൻ ചോദിക്കണത്, നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ, ആ പണി കേവലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ജമാഅത്തിനെ പറയുക വഴി, SDPIയെ പറയുക വഴി അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യമല്ല, ഞങ്ങൾക്കതറിയാം. മറിച്ച് അതൊരു ഒറ്റുകൊടുക്കലാണ് ഇപ്പോൾ. കാരണം ജമാഅത്തെ ഇസ്ലാമിയും SDPIയൊക്കെ തമ്മിൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വലിയ രസമുണ്ട്. ഒരു ചങ്ങാതി എഴുതി വമ്പിച്ചെഴുത്ത് ഷാജിക്കെതിരെ, ജമാഅത്തിനെതിരെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭയങ്കരമാണ്. ഗഫൂർ നാട്ടുകാരൻ. ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി. എന്തൊരു ചോദ്യം. എൻ്റെ ചങ്ങായി, ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്, ആ നിലപാടിൽ ഇപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താ അറിയോ? ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തോടെ നിന്നിട്ടല്ലാതെ ഒരു തരത്തിലും അതിന് കീഴടങ്ങിയിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല. പിന്നെ സൗഹൃദ കൂട്ടായ്മയാണോ? പറഞ്ഞോ. ഈ കാലത്ത് 2025 നിങ്ങൾ എതിർക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? SDPI ആണോ? നിന്റെ ചീട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ എതിർത്തോരാണ്. ആ എതിർക്കാൻ ചോര പോലും ചിന്തിയവരാണ്. എന്നാലും പറയാം, ഇന്നതല്ല വിഷയം. രാജ്യം വിടുങ്ങാൻ ഫാഷിസ്റ്റുകൾ വരുമ്പോൾ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ പള്ളിയുടെ അടിയിൽ അവിടെ ശിവലിംഗമുണ്ടെന്ന്, വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ തകർക്കാൻ മാർച്ച് നടത്തുമ്പോ, വെടിവെപ്പിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ, വെറുപ്പ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ, അവരെ നിരവധി കേസുകളിൽ കുടുക്കി ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസംഗവും SDPI വിശദീകരണവും അല്ല വേണ്ടത്. ഒരു കാര്യം സഖാവ് പിണറായി വിജയൻ അടക്കം മനസ്സിലായിക്കോ. നിങ്ങളിങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൈക്ക് കിട്ടുക, എന്നിട്ട് 4 ചീത്ത SDPIയെ എന്നിട്ട് ചോദിക്കുക, തൃപ്തിയായില്ലേ? അപ്പോൾ പറയണ്ട്, നിങ്ങളെന്താ ജമാഅത്തിനെ കുറിച്ച് പറയാത്തത്? അപ്പോൾ അടുത്ത യോഗം ജമാഅത്തെ പോയി പണി നോക്കണോ? നിങ്ങൾ പറയുമ്പോൾ പ്രസംഗിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലപാട് പറയാനും നിങ്ങൾ വേറെ ആളെ നോക്ക്. ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഒരുത്തൻ്റെ ഷീറ്റ് വേണ്ട.
ഈ സാമൂഹ്യ പ്രതലത്തിൽ ഇവിടുത്തെ സകല മതവിശ്വാസികളുടെയും പിന്തുണ വാങ്ങി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന കള്ളത്തരങ്ങൾ കൊണ്ടല്ല. നിങ്ങൾ RSSന് വേണ്ടി പിടിപണിയെടുക്കുകയാണ് അല്ലേ? കൊടകരയിലെ ഹവാല വരുമ്പോ പിണറായി വിജയന് മിണ്ടാട്ടമില്ല. കാരണം അതിന്റെ പിറകിൽ ആരാണ്? BJP ആണ്, RSS ആണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഹിന്ദുവിൽ അഭിമുഖം കൊടുത്താൽ അതിൽ കൊടകര ഹവാല ഉണ്ടാവില്ല, അതിൽ കൊടുവള്ളി കൊണ്ടോട്ടി ഹവാല ഉണ്ടാവുള്ളൂ. നിങ്ങൾ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്താൽ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് സ്വർണം കടത്തിയ വിവരം ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് വിശുദ്ധമായ സ്വർണ്ണാണ്. അതേസമയത്തോ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്താൽ അത് കൊണ്ടോട്ടിയിലെ സ്വർണ്ണം ഉണ്ടാവും. എന്ത് രാഷ്ട്രീയമാണ്? മോഹനൻ മാഷ് ഒരു ദിവസം ഞെട്ടി ഉണർന്നു. നിങ്ങൾ മനസ്സിലാക്കണം കാര്യം. എന്താ അറിയോ? മോഹനൻ മാഷ് ഉറക്കത്ത് കണ്ടു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കൂ അത്രേ. അങ്ങനെ ഭരിച്ചാൽ മോഹനൻ മാഷ് അടക്കമുള്ള ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? അത് ചോദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുക. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഓൾക്ക് കേരളത്തിൽ മെമ്പർഷിപ്പ് 3000 എന്നാണ്. അറിയാം ഞങ്ങൾ ഒരു പഞ്ചായത്തെങ്കിലും ഒരു സ്വസ്ഥമായിട്ട് ഭരിക്കട്ടോ, പിന്നല്ല ഇന്ത്യ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും. എന്നിട്ട് ഹിന്ദുക്കളെയൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മോഹനൻ മാഷ് ബേജാറാവുക. രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ കുറേ ആൾക്കാർ എക്സർസൈസ് നടത്തുന്നു. അപ്പോൾ നോക്കുമ്പോൾ 2 ആളെ പേര് വെച്ചു, 2 മുസ്ലിമാണ്. അപ്പോൾ പറയാണ് ഇത് ഭയങ്കര കുഴപ്പമാണ്. എക്സർസൈസ് നടത്തുന്നത് മുഴുവൻ ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനാണ്. ആ മോഹനം പോട്ടെ. ഈ വിജയരാഘവൻ, എൻ്റെ വിജയരാഘവൻ, നിങ്ങൾ ഒരു വർഗീയ രാഘവനാണ് ശരി, പക്ഷെ അവിടെ ഭാര്യ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? നിൻ്റെ ഈ വിഷം അവരുടെയും കൂടി ഉള്ളിലുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണോ? ഒരു മര്യാദ വിജയരാഘവൻ കാണിക്കണ്ടേ? അയാൾ പറഞ്ഞ തമാശ എനിക്ക് വലിയ രസം തോന്നിയ എന്താ? നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത മുസ്ലിം ഭീകരന്മാർ അല്ലേ, വർഗീയവാദികൾ. അതെങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. പാലയിലെ ക്രിസ്ത്യൻ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കാര്യം എന്താണ്? പാലയിലെ ക്രിസ്ത്യാനിക്കാ വോട്ട് കൊടുക്കുന്നത്. അപ്പം ചെറിയൊരു ലോജിക്ക് ആലോചിക്കാലോ. തൃശ്ശൂരിലെ വർഗീയവാദികളായ ഹിന്ദുക്കൾ, കാര്യം എന്താണ്? തൃശ്ശൂരിലെ ഹിന്ദുക്കൾ ഹിന്ദു സ്ഥാനാർത്ഥിക്കാ വോട്ട് കൊടുക്കുന്നത് അല്ലേ? നേമത്തെ ഹിന്ദു വർഗീയവാദികൾ, കാര്യം എന്താണ്? നേമത്തെ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ വോട്ട് കൊടുക്കുകയാണ്. ഇതെനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയല്ല. പക്ഷേ എടോ വർഗീയ രാഘവ, വയനാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്താൽ അതെങ്ങനെ വർഗീയതാവുക? എനിക്ക് മനസ്സിലായില്ല. പാലയിലെ വോട്ട് സ്വന്തം ജാതിക്ക്, തൃശ്ശൂരിലെ വോട്ട് സ്വന്തം സമുദായത്തിന്, നേമത്തെ വോട്ട് സ്വന്തം സമുദായത്തിന്. വയനാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുലിനും പ്രിയങ്കക്കും വോട്ട് കൊടുത്താൽ ഒരു വർഗീയവാദികൾ. എൻ്റെ രാഘവ, മുസ്ലിം വിരുദ്ധതയുടെ ഭ്രാന്ത് തലക്ക് കയറിയാൽ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്തിനാ ഈ വിരുദ്ധത പറയണം? ഞാൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ TV ഒക്കെ തുറന്നാൽ കാണാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് അമിത്ഷായുടെ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം ഒക്കെ ഹിന്ദിയിലാണ്. നമുക്കങ്ങനെ ഹിന്ദിയാണ് അത്ര വശമില്ല. അപ്പം നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ആ TV അങ്ങ് ഓഫാക്കിയിട്ട് ചാനൽ മാറ്റി മലയാളം ചാനലിടുക. അതിൽ നിങ്ങൾക്ക് പിണറായിൻ്റെ പ്രസംഗം കേൾക്കാം, വിജയരാഘവൻ്റെ പ്രസംഗം കേൾക്കാം. ഇതിൻ്റെ നേരെ പരിഭാഷയാണ്. ഒരു വ്യത്യാസമില്ല. എന്താണോ ഇവർ ഹിന്ദി പറഞ്ഞത് മനസ്സിലായില്ലല്ലോ, ഇവർ മലയാളത്തിൽ പറഞ്ഞ് കേട്ടാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് തന്നെയാണ് ഹിന്ദിയിലാക്കി പറയുന്നത്. രണ്ടും ഒന്നാണ്. ഹിന്ദി പറഞ്ഞാൽ വർഗീയതയും മലയാളത്തിൽ പറഞ്ഞാൽ വർഗീയത അല്ലാതെ ആവൂല. പിണറായി വിജയ കൃത്യമായ വർഗീയത. ഈ PC ജോർജ്, നിങ്ങൾ ഏതെങ്കിലും കുട്ടികളൊരു പോസ്റ്റ് ഇട്ടാൽ പാടില്ലാട്ടാ, പാടില്ലെന്ന് തന്നെ പറയാൻ, എന്നാലും അപ്പം രാത്രി വീട് വളഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളഞ്ഞു, അറസ്റ്റ് ചെയ്താളൂ. ഈ PC ജോർജ് എന്ന് പറയുന്ന ബാക്കി പറയുന്നില്ല, ഇവൻ പറഞ്ഞിട്ടില്ലേ എത്ര വൃത്തികെട്ട വാക്ക്, എത്ര മോശപ്പെട്ട വാക്ക് ഇല്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾ ആ പറഞ്ഞതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു. എത്ര മോശമായിട്ട്. പാകിസ്ഥാനിലേക്ക് പോ. ഇവൻ ആര്? CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, മാപ്പിളയോട്, മുസ്ലിമിനോട് ഇത് നിന്റെ രാജ്യമാണ് ആണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവൻ്റെ തല പിടിച്ച് മണ്ണിലേക്ക് അമർത്തി വെക്ക്. അവൻ ശ്വസിക്കുന്ന മണ്ണിൻ്റെ മണത്തിൽ മാപ്പിളയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവെട്ടി അവൻ്റെ ചോരയുടെ മണമുണ്ടാവും. PC ജോർജെ, നീ മണത്ത് നോക്കിയാൽ ബ്രിട്ടീഷുകാരനെ കണ്ട് പേടിച്ചവൻ്റെ മൂത്രത്തിൻ്റെ മണമാണ് നിനക്കുണ്ടാവുക. മനസ്സിലായത് നിനക്ക്? എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക നീ?
ഞങ്ങളോട് രാഷ്ട്രീയം പറയാൻ വരിക ഞങ്ങൾ. ഇതിലും വലിയ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്, പാകിസ്ഥാനിലേക്ക് പോ അല്ലെങ്കിൽ ഖബറിസ്ഥാനിലേക്ക്. അതും കേട്ടിട്ട് ഞങ്ങൾ ഈ പണിയൊക്കെ ഇവിടെ നടത്തി ഈ കോലത്തിൽ നിൽക്കുന്നത്, ഇതിലും വലിയ വർഗീയവാദികളെ അതിജയിച്ചിട്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ആവട്ടെ, പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആള് പിന്നെയും മുൻനിരയിലേക്ക് വന്നല്ലോ. ഇയാൾ ഇതുവരെ എവിടെയായിരുന്നു? അത്തും പിത്തുമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ ഒരു അത്തും പിത്തും അല്ലാത്ത ചില ആസൂത്രണങ്ങളുണ്ട്. 10ാമത്തെ വയസ്സിൽ ഇയാൾ മലപ്പുറം കോട്ടക്കുന്നില് സീതി സാഹിബിന്റെ പ്രസംഗം കേട്ടു അത്രേ. എന്താ കേൾക്കുന്നത്? പാകിസ്ഥാന് വേണ്ടിയുള്ള പ്രസംഗം. മുസ്ലിങ്ങൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ്. എവിടത്തേക്ക്? ഇടത്തോട്ട്. എൻ്റെ ചങ്ങായിമാർ, ഈ സാധനം കേട്ടപ്പോൾ എനിക്ക് ഞാൻ അഴീക്കോട് മത്സരിച്ചപ്പോൾ ഈ പറയുന്ന പി ജയരാജൻ ഇരിക്കുന്ന സ്റ്റേജിൽ ഒരു സഖാവ് പറയാൻ, ഷാജിനെ സൂക്ഷിക്കണം, അവന് ഹിന്ദുക്കൾക്കിടയിൽ പോകുമ്പോൾ വലത്തോട്ട് മുണ്ടെടുക്കും, മുസ്ലിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഇടത്തോട്ട് മുണ്ടെടുക്കും. ഞാനപ്പം ഇങ്ങനെ തപ്പിയൊക്കലാണ് എടുത്തൊക്കെ അടുത്തെന്ന്. കാരണം എന്താ വെച്ചാൽ അല്ല കാര്യമാണ്. ഇപ്പോൾ രണ്ടത്താണ് എടുക്കെടുത്തത് വലത്തോട്ട് കാണുന്നു. ഓരോരുത്തരും പണ്ട് ഇത് മനേരിക്കണ സൗകര്യം പേരിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്കറിയാമല്ലോ. അല്ലാതെ ഇസ്ലാമിൽ മുണ്ടെന്നില്ല, കന്തുറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കന്തുറയാണ്, മുണ്ട് ഈ നാട്ടിലൊരു വേഷമാണ്. അത് ഇനി ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ പക്ഷെ രണ്ടാം വലത്തോട്ടുക്കാന്ന് അറിഞ്ഞു, ഞാൻ 2 ഭാഗത്ത് കൊടുക്കും. കാര്യം എന്താ നിങ്ങൾ ഈ ഭാഗം ഒന്ന് മുഷിഞ്ഞാൽ ഒരു തിരിച്ചു കൊടുക്കലുണ്ട്. അത് ഈ MSF ഒക്കെ ആയി നടന്നിട്ട് ഇങ്ങനെ നടന്നാൽ അദ്രമാനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ പണിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായി ഇങ്ങനെ നടക്കണേ ഒരു പോക്കാണ് എടുക്കലൊക്കെ. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ 100 രൂപ 200 രൂപ കിട്ടിയിട്ട് അങ്ങനെ വീട്ടിൽ MSF നടക്കേണ്ട ഒരു കാലമാണ്. അന്ന് വീട്ടുകാരും ഒന്നും തരില്ല, ഒരു കഷ്ടപ്പെടുന്ന കാലമാണ്. അന്ന് മുണ്ട് ഞങ്ങൾ പല ജാതി എടുക്കലെടുക്കും. ഇത് രണ്ടും കഴിഞ്ഞാൽ ഒരു തിരിച്ചുകൊടുക്കലുണ്ട്, ഈ ചുളിഞ്ഞ ഭാഗം താഴോട്ടായിട്ട് എടുക്കലുണ്ട്. ഇതൊന്ന് സഖാക്കൾക്ക് പറഞ്ഞാൽ മതി. ഇതും വർഗീയതയായിട്ട് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദീനിലേ മുണ്ട് വലത്തോട്ടും ഇടത്തോട്ടും. എൻ്റെ ചങ്ങായിമാരെ, ഇസ്ലാമിൽ മുണ്ടെന്നില്ല എന്നുള്ള വിവരം ഇയാൾക്കറിയോ? ഈ പാലൊളിക്കറിയോ? എന്നിട്ട് സീരിയസ് ആയി. അപ്പൊ 10ാമത്തെ വയസ്സിൽ കേട്ട പ്രസംഗം പാലൊളി മറന്നിട്ടില്ലല്ലോ. രണ്ടത്താണി പറഞ്ഞ പോലെ. എന്ന ഓർമ്മയുള്ള ഹൈദരാബാദ് നൈസാമിന്റെ പട്ടാളക്കാരനായത് ഓർമ്മണ്ട? ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത ഓർമ്മണ്ട പാലൊളിക്ക്? അതോർമ്മണ്ട? അത് ഞങ്ങൾ പറയണോ? നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആരാന്നറിയോ? പാലൊളി. കട്ടനുറുപ്പികയുടെ നേട്ടം ഈ സമുദായത്തിന് വേണ്ടി ചെയ്യാത്ത നിങ്ങൾ, ഈ സമുദായത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ ഈ പാലയുള്ളിയുടെ വിശുദ്ധ ഭാവമൊക്കെ ഉണ്ടല്ലോ, അത് പറയാൻ വേറെ സ്റ്റേജ് വേണമെന്നുള്ളത് ഞാൻ പറയണില്ല, കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. പറയാൻ ആളെ ചുമതലപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ഭാവം ഒന്ന് നടിച്ചിട്ട് അതിനിടയിലൂടെ വർഗീയത പറയാമെന്ന് വിചാരിക്കരുത്. ഒരു സമൂഹത്തെ ആക്ഷേപിക്കാനുള്ള ടൂളായിട്ട് നിൽക്കരുത്. ഐക്യസംഘത്തിൻ്റെ നായകനെ ആക്ഷേപിക്കാനാ നിങ്ങൾ ശ്രമിച്ചത്. പാലൊളിക്ക് ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓർത്തോ, 1923 ഐക്യസംഘത്തിൻ്റെ ഒരു 1ാം വാർഷിക യോഗം നടന്നു. എവിടെന്നറിയോ? M മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണ് ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ. എന്നിട്ട് ഒരു പ്രമേയം, ഒരു അഭ്യർത്ഥന പാസാക്കി. മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. എന്താ അഭ്യർത്ഥന എന്നറിയോ? സഹോദരന്മാരെ, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വലിയ, മുസ്ലിങ്ങൾക്ക് പഠിക്കണം, നമ്മളെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം വേണം. ഇതാ ആലുവ ഒരു കേന്ദ്രമാണ്. ഈ ആലുവയിൽ സർക്കാരിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട്, അത് സർക്കാർ തിരിച്ചു പിടിക്കും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആരംഭിക്കണം, പൈസ കയ്യിലില്ല. അതുകൊണ്ട് ഇതാ നിങ്ങളെല്ലാവരും പണം സംഭാവന ചെയ്യണം. പറയാണ് പാലൊളി, കേൾക്കണം, ഈ സംഭാവന ചെയ്യണം. ആലുവയിൽ 1.5 ലക്ഷം രൂപ വേണം, ഞങ്ങൾ വരാൻ പോവാൻ, കഴിയാവുന്നവരൊക്കെ സഹായിക്കണമേ. അതിൻ്റെ അടിയിൽ ഒപ്പിട്ടവരുടെ പേരറിയുമോ? പാലൊളിക്ക് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ്, 2ാമത്തെ ആളുടെ പേര് KM സീതി സാഹിബ്, 3ാമത്തെ ആൾ അബ്ദുൽ ഖാദർ മൗലവി. ഇവരൊപ്പിട്ടത് മാതൃഭൂമിയിൽ വന്നതാണ്. എന്നിട്ട് ആ പണപ്പിരിവ് നടത്തി, പക്ഷേ അത് വിജയിച്ചില്ല. നിങ്ങൾ അറിയുമോ, ആലുവയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച ഐക്യ കേരളത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് 948 ഈ ഫറൂഖിൽ ഒരു കോളേജായി പിറക്കുന്നത്. പാലൊളി, നിങ്ങളുടെ ഒരു സംഭാവന പറ, ഒരു ട്യൂട്ടോറിയൽ കോളേജ് പറ.
നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരു സമുദായത്തെ നടക്കാൻ പഠിപ്പിച്ച, അഭിമാനബോധമുണ്ടാക്കിയ, ഇസ്സത്ത് നൽകിയ, ഇസ്സത്ത് വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വെറുതെ പറഞ്ഞാ പോരാ, പറയാവുന്ന തരത്തിൽ എല്ലാ അഭിമാനവും ശിരസിലും നെഞ്ചിലുമേറ്റി ഞാൻ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കാൻ അന്തസ്സ് വാങ്ങിക്കൊടുക്കുന്നതിൽ വലിയ അധ്വാനവും ചിലവുമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഈ മലപ്പുറത്തെ സമ്മേളനത്തിൽ എം നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, സഖാക്കൾക്ക് വലിയ ചരിത്രകാരനാണ് എന്ന് ബോധമുള്ള ഒരാള് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇൻഡയറക്റ്റായി കോട്ട് ചെയ്തിട്ട് ഒരു പ്രസംഗം നടത്തി ഈ CPM സമ്മേളനത്തിൽ. എന്താ പറഞ്ഞതെന്നറിയോ? ഹിച്ച്കോക്കിന്റെ ചെരുപ്പ് നക്കികൾ. ലീഗിന്റെ നേതാവ് പറഞ്ഞവരല്ല, നിങ്ങൾ തന്നെയാണ്. ചരിത്രയാൾ പറയാൻ. എന്നിട്ട് പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ മൂത്താപ്പമാർ. ഇയാളെ പ്രയോഗമാണ്. ഈ മലപ്പുറത്ത് നിന്നിട്ട് ഇയാൾ പറയാൻ, കുഞ്ഞാലി ഈ മൂത്താപ്പ പ്രയോഗം എന്താ അറിയോ? ഈ മുസ്ലിങ്ങൾ രാജ്യത്തെ ഒറ്റുകൊടുത്തു എന്ന് സ്ഥാപിക്കാനാണ്. ആരായി പറയണമെന്നറിയ? ഈ നാരായണൻ ജർമ്മനിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്ന് ആളെ കടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. ഇവരാ പറയണത്, ആ പാർട്ടിയെ കുറിച്ചാണ് പറയണത്. ഞാൻ നാരായണനോട് ചോദിക്കട്ടെ, 947 മുമ്പ് ഈ രാജ്യത്ത് നടന്ന സംഭവഗതികളെ അടർത്തിയെടുത്ത് നിങ്ങൾ മാപ്പിളയെ പ്രതിയാക്കാൻ, മുസ്ലിങ്ങളെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാരായണൻ മനസ്സിലാക്കിക്കോ. ചരിത്രത്തിലേക്ക് ഒരുപാട് പോകാനും ഞാൻ ശ്രമിക്കുന്നില്ല. ഓർത്തോ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് നാരായണ ഒരു ഇന്ത്യക്കാരൻ പോലും അല്ല, ബ്രിട്ടീഷുകാരനാണ്. ആ കോൺഗ്രസ് രാജ്യദ്രോഹമാണ്. ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കോൺഗ്രസ് രാജ്യത്തെ ശരിയാക്കിയെന്ന് ഇന്ന് ഏതെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? 906 ധാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത്. എടോ നാരായണ, ഇവിടുത്തെ മാപ്പിളയുടെ മൂത്താപ്പയും വല്യാപ്പൊന്നും ആ കൂട്ടത്തിലില്ല. ഇവിടുത്തെ മലബാറിലെ ഈ മലപ്പുറത്തെ ലീഗുകാരുടെ മൂത്താപ്പല്ലത്. എന്നാ അറിഞ്ഞോ? മനസ്സിലാക്കിക്കോ നാരായണ. എന്നാ നീ മനസ്സിലാക്കിക്കോ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ പേര് മുഹമ്മദ് അലി ജിന്ന എന്നാണ്. ആ ചരിത്രം ഞങ്ങൾ എടുക്കട്ടെ. 47 മുമ്പല്ലേ? കാരണം EMS കോൺഗ്രസിലാണ്, അതിന്റെ അഖിലേന്ത്യാ നേതാവാണ് ജിന്ന സാഹിബ്. അപ്പൊ അങ്ങനെ EMSന്റെ അഖിലേന്ത്യാ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. അല്ലാതെ ചരിത്രം വെച്ചൊന്ന് നിഷേധിക്ക്. ഒന്ന് പറയേ, നാരായണൻ വലിയ ചരിത്രകാരനാണെങ്കിൽ ഒന്ന് പറ, ഇതല്ലാന്ന് പറയോ? 942 ജൂണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പ്ലീനം, ഞാൻ വിശദീകരിക്കണില്ല. 43 മെയ് 31 ബോംബെയിൽ നടന്ന ദേശീയ കൺവെൻഷൻ, ഈ രണ്ട് കൺവെൻഷനിലും ഇവർ നടത്തിയ ഒരൊറ്റ പ്രസംഗം എന്താണെന്നറിയോ? തദ്ദേശീയത, ദേശീയത, പൊതുചരിത്രം, സാമ്പത്തികം, കേട്ടോളൂ, സാംസ്കാരികം, മതം. ഇതിന്റെ പേരിൽ ഒരു ദേശം ഉണ്ടാക്കുന്നത് തെറ്റല്ല. പാകിസ്ഥാനെ ന്യായീകരിച്ച് പ്രമേയം പാസാക്കിയത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ ഗംഗാധരൻ അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് മൂത്താപ്പയാണ് നാരായണ. നിങ്ങളെ മൂത്താപ്പ ലീഗാരല്ല, ഞങ്ങളെ മൂത്താപ്പാരല്ല, നിങ്ങളെ മൂത്താപ്പുകാരാണ്. ഈ പാകിസ്ഥാനെ ന്യായീകരിച്ച് തീർന്നില്ല. ഈ പറയുന്ന ഗംഗാധരൻ അധികാരി ആരാന്നറിയങ്ങൾ? പീപ്പിൾസ് വാർ, പീപ്പിൾസ് ഏജന്റ് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ അതിന്റെ പത്രാധിപർ ആരുടെ കൂടെ? PC ജോഷിയുടെ കൂടെ, രണദിബയുടെ കൂടെ 942 വരെ. അന്ന് സീതി സാഹിബ്, പാലളി മുഹമ്മദ് കുട്ടി മനസ്സിലാക്കിക്കോ, അന്ന് സീതി സാഹിബ് 921 ഒറ്റപ്പാലത്ത് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. സീതി സാഹിബ് ഒറ്റക്കല്ല, കൂടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, വക്കം മൗലവി, തീരുന്നില്ല, സീതി സാഹിബിന്റെ ബാപ്പ, സീതി സാഹിബിന്റെ സഹോദരങ്ങള്, അവരെല്ലാം ചേർന്ന് കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു. എന്ന് വെച്ചാൽ പാലളി മുഹമ്മദ് കുട്ടി, ഞങ്ങളെ മൂത്താപ്പ അവിടെ സമ്മേളനത്തിലായിരുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുമ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? പാലളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കുമാരനാശാന് ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിൽ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളുണ്ട്. പക്ഷെ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അന്ന് കുമാരനാശാന്, ആർക്ക്? കുമാരനാശാന്
പ്രതിഷേധാത്മകമായി ഒരു കത്തെഴുതിയിട്ട് കുമാരനാശാനോട് പ്രതിഷേധിച്ചു. ഞങ്ങളുടെ മൂത്താപ്പ സീതി സാഹിബ്. കുമാരനാശാൻ അത് ഉൾക്കൊണ്ടു, ആ വിമർശനത്തെ സ്വീകരിച്ചു. അത് മനസ്സിലാക്കണം. തീരുന്നില്ല. തിരുവനന്തപുരത്ത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ മംഗളപത്രം തയ്യാറാക്കുന്നത് സീതി സാഹിബ് ആർക്ക് വായിച്ചു കൊടുക്കാൻ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിക്ക് വായിച്ചു കൊടുക്കാൻ. രണ്ടത്താടി പറഞ്ഞ പോലെ ആ ഗാന്ധിജിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കഴിയുമ്പോ ഈ രാഷ്ട്രത്തിന്റെ പിതാവ് ഗാന്ധിജി ചേർത്തു പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. ആരപ്പാലൊളി? ഞങ്ങളുടെ മൂത്താപ്പയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സീതി സാഹിബിനെ. 929 ലാഹോറില് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോ ആദ്യമായി പങ്കെടുത്ത കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം പാലൊളി ഞങ്ങളുടെ മൂത്താപ്പ KM സീതി സാഹിബാണ്. നിങ്ങൾ കളിയാക്കിയിട്ട് ചരിത്രം പറഞ്ഞു വരുമ്പോ ഇപ്പോ P ജയരാജന് ഈ അടുത്ത് പറഞ്ഞു, അദ്ദേഹം എഴുതിയ ഈ ചരിത്ര പുസ്തകമൊക്കെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ജയിൽ വായിക്കാനുള്ള ഇടമാണ്. ദയവ് ചെയ്ത് MM നാരായണ, പ്രിയപ്പെട്ട P ജയരാജ, ഈ ചരിത്രമൊന്നും ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പോലും കൊടുക്കരുത്. അതിലും വലിയ കുറ്റമൊന്നും വേറെ ഇല്ല. ദയവ് ചെയ്തിട്ട് അവരെ പോലും നിങ്ങൾ ഇനിയും അവരെ ശിക്ഷിക്കരുത്. അവർക്ക് പോലും വായിക്കാൻ കൊള്ളാത്ത ചവറുകൾ പുസ്തകം എന്നും പറഞ്ഞ് എഴുതിയിട്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഒരു കൂട്ടരെ ശരിയാക്കാന്ന് അല്ലേ? നിങ്ങൾ CPM മനസ്സിലാക്കിക്കോ, നിങ്ങൾ തകരുകയാണ്. അതിന് ഈ നാടകവും കുറേ മുതലാളിമാരുടെ ഊട്ടുപുരയിലെ മൃഷ്ടാന്ന ഭോജനമൊന്നും നിൽക്കൂല, അത് നടക്കൂല. ഞങ്ങൾക്കറിയാം, ഇതിനേക്കാളും വലിയ മുതലാളിമാരോടൊക്കെ പടവെട്ടിയിട്ടാണ്. അതിലും വലിയ മുതലാളി ഉപ്പി സാഹിബിനേക്കാൾ വലിയ മുതലാളി ഒന്നും കണ്ടിട്ടില്ലല്ല. ആ ഉപ്പി സാഹിബ് പോലും ഈ നാട്ടിലെ പാവങ്ങളുടെ കൂടെ നിന്നോരാ. ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയം അതാണ്. അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുക, അല്ലാതെ നിങ്ങൾ ഈ പറയണ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞാൽ ഞങ്ങളൊരു മനുഷ്യൻ എവിടെ എത്തിയെന്നറിയാം. ഞങ്ങൾ VS അച്യുതാനന്ദനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇയാൾ പറയാ, കോഴിക്കോട് കടപ്പുറത്തുനിന്ന് തിരമാല ഒരു കുട്ടി ബക്കറ്റിലാക്കി നമ്മളെ ഗഫൂറിൻ്റെ നാട്ടുകാരനെ എഴുതി കൊടുത്താൽ, എന്നിട്ട് ഉറുദു കവിത പിണറായി വിജയനെ എന്നിട്ട് പറയാണ്, എന്നിട്ട് നോക്കുകയാണ് കപ്പലിലേക്ക്, തരണ്ടോ തരല്ല. അപ്പോൾ വെള്ളം പറഞ്ഞു കുട്ടിയോട്, ഞാൻ കടലിൻ്റെ മാറത്ത് നിൽക്കുമ്പോഴാണ് തിരയാവുന്നത്. VS ഇങ്ങനെ മേപ്പിട്ട് നോക്കിക്കുകയാണ്, ശരിയാക്കാണ് ഇയാൾ സ്റ്റേജിലിരുത്തിയിട്ട്. കാരണം VSൻ്റെ കുറച്ച് ഫ്ലക്സ് വന്നു. ആ മനുഷ്യനാണ് ഉളുപ്പില്ലാതെ. മെനഞ്ഞാന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? സ്തുതിഗീതങ്ങൾ കേട്ട് നിൽക്കുന്ന പ്രശ്നമില്ല. അയാൾ വാക്ക് പാലിച്ചു, ഇരുന്നിട്ടാണ് കേട്ടത്, നിന്നില്ല. കേട്ട് നിൽക്കണ പ്രശ്നമില്ല, ഇരുന്നിട്ട് ഇയാളങ്ങനെ ചന്ദ്രനോട് ഒക്കുമ്പോൾ വാൻ, ഇന്ദ്രനോട് ഒക്കുമ്പോൾ വാൻ. സഖാക്കളെ ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് വെറുതെ പറയണല്ല. നിന്റെ ഒടുക്കത്തെ മുഖ്യമന്ത്രിയാണ് ഈ കാട്ടുകള്ളനായ പിണറായി വിജയൻ. മനസ്സിലാക്കി? ഇതുപോലെ അയാൾ കക്കുന്നത് കണ്ടാൽ അറിയാം ഇത് ഒടുക്കത്തെ കക്കലുമാണെന്ന്. അയാൾക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മളുണ്ടല്ലോ, പോകാൻ നേരത്തെ എല്ലാവരും കൂടെ ഭാര്യ പിടിക്കൽ ഇപ്പം അങ്ങനെയാണ്. മോളോട് പറയാൻ കിട്ടുന്നെടുത്തോ. മോന് കുറച്ചൊരു ഉഷാറ് പോരാ, മോൻ്റെ അമ്മോഷൻ ഇറക്കി, എന്നിട്ട് വരെ കക്കിക്കേട്. ഇതെന്താണ്? ഒടുക്കത്തെ കക്കലാണ്. സ്നേഹമുള്ളവരെ, ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നത്, കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കള്ളന്മാരെ പൊളിക്കുക എന്നത് കർമ്മപദത്തിലാണ് നിർവഹിക്കേണ്ടത്. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയന്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ പൊതുയോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുവാൻ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി TPM അബ്ദുൽ കരീം സാഹിബിന്